in order of preference, if I put it first, it will be actor. Yep. Then Actor. then Actor. actor. അപ്പോൾ ആങ്കർ ഇതിൻ്റെ ഉള്ളിൽ എവിടെയും വരുന്നില്ല. Because I think one of the best things that, you know, I'm not ഞാൻ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നമ്മുടെ ജയപ്രകാശ് കുളൂർ എന്ന് പറഞ്ഞ കുളൂർ മാസ്റ്റർ നമ്മളൊക്കെ വിളിക്കുന്ന ഈ കുഞ്ഞു നാടകങ്ങളുടെ ആളാണ്. അദ്ദേഹം മുറ്റ നാടകം, അങ്ങനെ കുറേ നാടകങ്ങൾക്ക് നമ്മുടെ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ നാടകാചാര്യന്മാരിൽ അദ്ദേഹമാണ്. വളരെ ഫേമസ് ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണ്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 1 man ഷോ സാർ ചെയ്തു തരണം. ഞാൻ കുറേ ദിവസം കോഴിക്കോട് ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്റ്റുഡൻസ് ഉള്ളിയൊക്കെ തുടങ്ങി, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തുടങ്ങി, അത് കഴിഞ്ഞ് ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഒരു ചടങ്ങിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയപ്പോൾ കുളൂർ മാഷ് താഴെ ഇരിക്കുന്നു. ഞാൻ കുളൂർ മാഷിൻ്റെ അടുത്ത് ചെന്ന്, മാഷ് ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മാഷ് എറണാകുളത്ത് വന്ന് വീട്ടിൽ വരാറുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. ഞാൻ ഇറങ്ങി ചെന്ന് മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, മാഷ് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ മാഷ് എന്നെ നാടകം പഠിപ്പിച്ചില്ലല്ലോ. പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു, എടാ നീ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നാടകം. നമ്മൾ 10,000 പേരെ ഇരുത്തിയിട്ട് അവരെ രസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിനയമാണ്. അതിൻ്റെ ഉള്ളൊരു പ്ലേ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ആക്ടിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എവിടെയോ കൃത്യമായ കാൽക്കുലേഷനിൽ കൃത്യമായ മൂമെൻറ്റിൽ നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പം അഭിനയം വലിയ കലയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ആങ്കറിങ്, ഈ ഷോയുടെ മാസ്റ്ററിങ്, അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് ചെറിയ ജോലിയല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും. ഇപ്പം ശ്രീകണ്ഠൻ നായർ സാർ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാ സാർ, ഒരുപാട് മേഖലകളിൽ അവയർനെസ് ഉണ്ടാകുകയും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ബോധമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഷോ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെറിയ കാര്യമല്ല. യു ലിവ് ലൈഫ് ഫുള്ളി എവറി മൊമെന്റ് അല്ലേ? ബിക്കോസ് ഐ തിങ്ക് ഇപ്പം എല്ലാ കാര്യം ഇപ്പോൾ ഡയറക്ടറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടിങ് ആണെങ്കിലും, ദിസ് ഇസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് യുവർ ലൈഫ് ദറ്റ് യു വോണ്ട് ടു എക്സ്പ്ലോർ. അതുകൊണ്ട് തന്നെ തിങ്സ് ദറ്റ് യു ലൈക്ക്, യുവർ ഡിഫറെൻറ്റ് പാഷൻസ്, അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. ആൻഡ് യു ആർ നോട്ട് സ്കെയർഡ് അബൌട്ട് ഇറ്റ്. ലൈക്ക് യു ആർ നോട്ട്, ഇപ്പോൾ പലരും മനസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് ഇവൻ കഴിവുണ്ടെങ്കിൽ പോലും അത് എനിക്ക് എന്തുകൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നു? എന്തുകൊണ്ട് പറ്റുന്നു? You can, you have the energy for it. I know how to manage the cycling. Yeah, right? എനിക്ക് എന്തുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നു? എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം. എന്തുകൊണ്ട് എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നു? എനിക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എനിക്ക് വളരെ സ്പീഡിൽ സ്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സ്കേറ്റ് ചെയ്യാനുള്ള ഷൂസ് എടുത്ത് കാലെ കെട്ടുമ്പോൾ മുതൽ ഞാൻ സ്കേഡ് ആവും. അങ്ങനെ പറയരുത്. കഴിഞ്ഞ ദിവസം ലുലുവിൽ ഒരു കാഴ്ച ഉണ്ടായിരുന്നു, താങ്കള് ഐസ് സ്കേറ്റിംഗ് പഠിക്കുന്നു, അപ്പോ സ്കേറ്റിംഗ് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കാഴ്ചക്കാരത് കണ്ടതുമാണ്. എന്താണ് അത്? വാട്ട്സ് ഹാപ്പനിങ്? അല്ല, അത് ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിലേക്കാണ്. അതൊരു വളരെ ചലഞ്ചിങ് ജോബായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്ത് പ്രവൃത്തിയും എനിക്ക് എത്രത്തോളം അറിഞ്ഞൂടായോ അത്രത്തോളം ഫിയർ എന്നിലേക്ക് കയറും. ആ ഫിയർ ഫാക്ടർ എന്നെ ഡ്രൈവ് ചെയ്യും. ഏത് പ്രവൃത്തിയും നമ്മൾ കൂടുതൽ പഠിക്കുന്നുവോ ആ ഫിയർ എന്നിൽ നിന്ന് ഒഴിവാകും. ഫിയർ ഫാക്ടറിൽ നിന്ന് നമ്മൾ മുക്തി നേടും. നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു നോ ഹൗ ടു ഡു ദാറ്റ്. അത് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഫിയർ ഫാക്ടർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ യു ആർ ട്രെയിൻഡ് ഓർ യു ആർ ലേൺഡ്. നീ അറിയാതെ തന്നെ ഒരു പക്ഷേ നിങ്ങളത് നിങ്ങളുടെ തലയിലുണ്ടായതുകൊണ്ടായിരിക്കും. അതർവൈസ് ചെയ്യാൻ പറ്റില്ല, സംശയമൊന്നുമില്ല. മനസ്സിലായി? അല്ലാതെ ചെയ്യാൻ വരുന്ന ആൾക്ക് ചിലപ്പോൾ വെപ്രാളം കൂടും, ടെൻഷൻ കൂടും, പ്രശ്നമാവും. അയാൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു ടാലൻ്റുള്ള ഒരാൾക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പാട്ടിൻ്റെ ഒരു അംശമെങ്കിലും പാടുന്നുണ്ടെങ്കിൽ ഹി നോസ്. അയാളെ നമ്മൾ വിശ്വാസമായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയാളുടെ ആ ചെറിയ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻസ് ഉള്ളിലുണ്ടായ ഏതെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ്? ഒരു സ്റ്റുഡൻസ് ഉള്ളിൽ മറക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകമായിട്ട് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്? അടൂർ ഗോപാലകൃഷ്ണൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ പറ്റി ഒരിക്കൽ സംസാരിച്ചു. എല്ലാവരും ഭയങ്കര അലേർട്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രണയം 3.5 വയസ്സുള്ളപ്പോഴായിരുന്നു. അപ്പോൾ ആൾക്കാർ ഞെട്ടിപ്പോയി. 3.5 വയസ്സിൽ പ്രണയം? അതെ, 3.5 വയസ്സിൽ അമ്മയ്ക്കൊപ്പം ഒരു കല്യാണത്തിന് പോയപ്പോൾ ഏകദേശം 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവാട ഉടുപ്പ് വിട്ട പെൺകുട്ടി അമ്മയുടെ കൈ പിടിച്ചു വന്നിട്ട് എന്നെ അവൾ നോക്കി. ഞാൻ അവളുടെ പിന്നാലെ കുറേ നടന്നു. ജനൽ എത്തി നോക്കി. ജനലിൻ്റെ മുകളിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവളുടെ പിന്നാലെ കുറേ നടന്നു. പിന്നെ വീട്ടിൽ അമ്മ ഏത് കല്യാണത്തിന് മുമ്പും ഞാൻ നന്നായി ഡ്രസ്സ് ചെയ്ത് പോകായിരുന്നു എനിക്ക് അവളെ. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര സംഭവമല്ലേ. 3-4 ഇതേപോലെ തന്നെ സ്റ്റുഡൻസ് ഉള്ളിൽ വന്ന്
പ്രോഗ്രാമായിട്ട് വന്നിട്ടുണ്ട്, റൈറ്റ്? ആസ് എ പാനൽ. അതെ, വന്നിട്ടുണ്ട്. ഹൗ ഡിഡ് യു ഫീൽ ഒരു പാനലിൽ ഇരിക്കുകയും വേറെ ആളത് ചെയ്യുകയും തോന്നിയപ്പോൾ ചാടി കയറി മൈക്ക് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനൊക്കെ തോന്നിയോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അങ്ങനെയല്ല, അങ്ങനെ തോന്നിയോ? എന്തായിരുന്നു, വാട്ട് വർ യുവർ ട്രൂ ഇമോഷൻസ് അറ്റ് ദാറ്റ് ടൈം? ഐ വോണ്ട് യു ടു ബി വെരി ഓണസ്റ്റ്. ഒന്ന്, എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളൊന്നാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ ശ്യാമിൻ്റെ വൈഫ് ഉണ്ണിമായായിരുന്നു അന്നത് കോമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന വേഷം ഭാഗം. എനിക്ക് അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഞാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഈ ഷോ ഇങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയും നമുക്ക് മുകളിലും താഴെയും കുറേ ക്രൗഡ്, മുകളിലിരിക്കുന്നവർ ഗസ്റ്റുകളാണ്, താഴെ ഇരിക്കുന്നവർ നമ്മളുടെ കുട്ടികളാണ്, അവരുടെ ഇടയിൽ ഒരു കണക്റ്റിംഗ് ടോർക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലഗിങ് പോയിൻ്റായി നമ്മൾ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്.